ഹേയ്, ഇത് റെബേക്കയാണ്. ഇന്ന് നമ്മൾ അക്രിലിക്കിനെക്കുറിച്ചുള്ള ഒരു ലിക്വിഡ് പൗഡർ അനുപാത ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നു. എന്റെ ഷോർട്സിൽ ഒരാൾ ഇതിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് അക്രിലിക്കിനുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആദ്യം തന്നെ, നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ ദയവായി ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ആരംഭിക്കുക. കാരണം നിങ്ങളുടെ ബ്രഷ് വലുതാകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദ്രാവകം ലഭിക്കുകയും വലിയ ബീഡ് ലഭിക്കുകയും ചെയ്യും. അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഉപയോഗിക്കാൻ പ്രയാസമാണ്. അതിനാൽ ഒരു ചെറിയ ബ്രഷ് എടുക്കുക. ബ്രാൻഡിനെ ആശ്രയിച്ച് ഞാൻ 8 അല്ലെങ്കിൽ 10 വലുപ്പമുള്ള ഒരു ബ്രഷ് ശുപാർശ ചെയ്യുന്നു. നിങ്ങൾ ബ്രഷുകൾ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ആൽഫ ബ്രഷിൽ നിന്നുള്ളതാണ്. ഇത് 10 വലുപ്പമാണ്, പക്ഷേ അത് എത്ര വലുതാണെന്ന് നോക്കൂ. ഇത് 12 അല്ലെങ്കിൽ 14 പോലെ തോന്നുന്നു. അതിനാൽ ഇന്ന് ഞാൻ എന്റെ യങ് നെയിൽസ് അക്രിലിക് ലിക്വിഡും ടൗപ്പിലുള്ള കവർ പൗഡറും ഉപയോഗിച്ച് പോകാൻ പോകുന്നു. ഞാൻ ഒരിക്കലും ഈ നിറം ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉപയോഗിക്കുന്നത്. എന്റെ പേപ്പർ ടവലിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായി കാണാൻ കഴിയും. അതുകൊണ്ട് ഇല്ല, നിങ്ങളുടെ കൈവശം ഏത് തരം പേപ്പർ ടവൽ ഉണ്ടെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുകയും അത് പുറത്തേക്ക് ഒഴുകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കുഴപ്പമില്ല. ശരി. അപ്പോൾ എന്റെ വലിയ ബ്രഷ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രഷ് ഒന്ന് വൃത്തിയുള്ളതാണെന്നും അത് കടുപ്പമുള്ളതല്ലെന്നും നല്ലതും മൃദുവായതുമാണെന്നും അത് സാച്ചുറേറ്റ് ചെയ്യാൻ പോകുന്നുവെന്നും ഉറപ്പാക്കണം. നിങ്ങൾ അത് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഡാപ്പിംഗ് ഡിഷിന്റെ അടിയിൽ ഒരു കോണിൽ അകത്തേക്ക് പോകുക. നിങ്ങൾ നേരെ താഴേക്ക് പോയാൽ അത് നിങ്ങളുടെ കുറ്റിരോമങ്ങൾ വിടർത്തും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു നല്ല പരന്ന പ്രതലം വേണം. ശരി. അപ്പോൾ നമ്മൾ ആ ബ്രഷ് മുക്കി ഡാപ്പിംഗ് ഡിഷിന്റെ വശത്ത് ചെറുതായി തടവും. തുടർന്ന് നിങ്ങൾ ബ്രഷ് മറിച്ചിടും. നിങ്ങൾ സ്പന്ദിക്കും. 1, 2, 3. ഇപ്പോൾ ഇത് അല്പം വരണ്ടതാണ്. അവൾ അല്പം പൊട്ടുന്നവളാണ്, പക്ഷേ നമുക്ക് ഇപ്പോഴും അത് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും, പ്രത്യേകിച്ചും നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ. അതിനാൽ ബീഡിന്റെ ഭൂരിഭാഗവും അലിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടെ തയ്യാറാക്കിയ നെയിൽ പ്ലേറ്റിലോ പേപ്പർ ടവലിലോ വെക്കാൻ പോകുന്നു. ഇപ്പോൾ ഈ ബീഡ് ഉണങ്ങിയതിനാൽ അത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരി, നിങ്ങളുടെ ബ്രഷ് തുടയ്ക്കണം. നിങ്ങളുടെ ഡാപ്പിംഗ് ഡിഷിലേക്ക് തിരികെ പോകണം. ആ അക്രിലിക് കൈകാര്യം ചെയ്യാൻ തുടങ്ങണം. ശരി. നിങ്ങളുടെ കൈവശമുള്ള ദ്രാവകത്തിന്റെ തരം അനുസരിച്ച് അത് വേഗത്തിൽ സജ്ജമാകാൻ തുടങ്ങും അല്ലെങ്കിൽ പതുക്കെ സജ്ജമാകാൻ തുടങ്ങും. പക്ഷേ കഴിഞ്ഞ 6 വർഷമായി എനിക്ക് ഇളം നഖങ്ങൾ ഉപയോഗിക്കാൻ തോന്നുന്നു. വേഗതയെക്കുറിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട്. നിങ്ങളുടെ ബീഡിൽ എത്ര ദ്രാവകം ഉണ്ടെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. അപ്പോൾ ആ ബീഡ് അല്പം വരണ്ടതായി തുടങ്ങി, അല്ലേ? അതുകൊണ്ടാണ് അവൾ കുറച്ച് വേഗത്തിൽ സജ്ജമായത്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വലിയ ബ്രഷ് ഉപയോഗിച്ച് പോകാം. അത് നന്നായി പൂരിതമാക്കുക. പിന്നെ 1, 2, 3. ടാപ്പിംഗ്, ടാപ്പ്, ബൗൺസ്, പൾസ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും വിളിക്കാം. അതേ കാര്യം. നിങ്ങളുടെ ബ്രഷ് തുടയ്ക്കുക. ഇത് കുറച്ചുകൂടി നനഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൾ കുറച്ചുകൂടി പരത്താൻ പോകുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് നേർത്ത ഒരു പ്രയോഗം ലഭിക്കുന്നത്. അത് കൂടുതൽ നനവുള്ളതാണെങ്കിൽ പ്രയോഗം കൂടുതൽ നേർത്തതായിരിക്കും. പക്ഷേ നിങ്ങളുടെ ബ്രഷ് ഉപയോഗിച്ച് നിങ്ങളുടെ അക്രിലിക് നീക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ അത് അധികം നനയാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കൊരു പെർഫെക്റ്റ് ബീഡ് ലഭിക്കുമോ എന്ന് ഞാൻ നോക്കട്ടെ. ശരി. ശരി. വളരെ നന്നായി കാണപ്പെടുന്നു. അപ്പോൾ അത് എന്റെ വലിയ ബ്രഷാണ്. ഇപ്പോൾ ഞാൻ എന്റെ 8ാം നമ്പർ ഉപയോഗിച്ച് പോകും. അതാണ് ഞാൻ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും വലിയ ബ്രഷ് ഉപയോഗിക്കേണ്ട ഒരേയൊരു സമയം നിങ്ങൾ നീളമുള്ളതോ അധിക നീളമുള്ളതോ ആയ കട്ടിയുള്ള അക്രിലിക് നഖങ്ങൾ പോലെയാണ് ചെയ്യുന്നത്. കാരണം ബ്രഷ് വലുതാകുമ്പോൾ കൂടുതൽ ഉൽപ്പന്നം, കൂടുതൽ ദ്രാവകം. അപ്പോൾ നമ്മൾ എന്റെ 8ാം നമ്പർ ഉപയോഗിച്ച് പൂരിതമാക്കും. ഡാപ്പിംഗ് ഡിഷിൽ അത് തടവുക. അത് മറിച്ചിടുക. 1, 2, 3. എല്ലാം അലിഞ്ഞുപോയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അകത്തേക്ക് പോകും. അത് നമ്മുടെ ഉപരിതലത്തിലേക്ക് എത്ര എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് നോക്കൂ.
ആദ്യത്തേത് ഇതാ. ഇനി ഞാൻ കുറച്ചുകൂടി ഉണക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എങ്ങനെ ഉണക്കാമെന്നറിയാമോ? നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വലിച്ചിടണം. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും വലിച്ചിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ശരി? കാരണം നോക്കൂ, ഞങ്ങൾക്കത് വേണ്ട. അത്രയും ഉൽപ്പന്നമാണ്. നിങ്ങൾക്ക് അത്രയും ഉൽപ്പന്നം ആവശ്യമില്ല, ശരി? ഇതാണ് ഡ്രയർ ബീഡ്. അത് എങ്ങനെ പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടില്ലെന്ന് നോക്കൂ. അത് വളരെ വേഗത്തിൽ സജ്ജമാകുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൃത്രിമം കാണിക്കാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന ദ്രാവകത്തിന്റെ അളവ് ഉപയോഗിച്ച് നിങ്ങളുടെ അക്രിലിക് ബീഡ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ദ്രാവകത്തിലേക്ക് തിരികെ വയ്ക്കുന്നതിന് മുമ്പ് ഓരോ തവണയും ആ ബ്രഷ് തുടയ്ക്കുന്നുവെന്ന് ഉറപ്പാക്കുക. അതിനാൽ ഞങ്ങൾ വലിച്ചിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പൾസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സാങ്കേതികവിദ്യ മികച്ചതാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പരിശീലിക്കുന്നത് തുടരുക എന്നതാണ്. അതിനാൽ ഒരു പ്രാക്ടീസ് ഷീറ്റ് പോലെയാകാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് എവിടെയും ലഭിക്കും. നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ലഭിക്കും. നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് എടുക്കാം. അതിൽ ഒരു ചെറിയ ലാമിനേഷൻ ഇടുക. എനിക്ക് ഒരു നനഞ്ഞ ബീഡ് ലഭിക്കുമോ എന്ന് നോക്കാം. അത് എനിക്ക് ഒരുപക്ഷെ കഴിയില്ല. ഓ അതെ, അത് വളരെ നനഞ്ഞതാണ്.